പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 41 മിനിറ്റ്. നമുക്ക് പത്രവാർത്തകൾ നോക്കാം. നേരെ പ്രസ് സ്റ്റോപ്പിലേക്ക്. പ്രസ് സ്റ്റോപ്പിൽ നിന്ന് ഷിജോ വെട്ടുക്കുഴയാണ് എനിക്കൊപ്പം ഉള്ളത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. എന്തൊക്കെയാണ് ഷിജോ പത്രവിശേഷങ്ങൾ? തെരഞ്ഞെടുപ്പും യുദ്ധമൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി വരുന്നത്. എന്നാൽ മറ്റ് ചില വാർത്തകളും പൊതുവായി പ്രത്യക്ഷപ്പെടുന്നതായി കാണാം നമ്മുടെ പത്രങ്ങളിൽ. മലയാള മനോരമയിൽ നിന്നാണ് ഇന്ന് ആദ്യം തുടങ്ങുന്നത്. യുദ്ധമാണ് മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. ഇറാനുള്ള അന്ത്യശാസനം 10 ദിവസം കൂടി നീട്ടി ട്രംപ് എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ടാണിത്. ഇതോടൊപ്പം തന്നെ ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം എന്ന വിശദാംശങ്ങളും നൽകിക്കൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആക്രമണം തുടരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുൻപേജിൽ മലയാള മനോരമ നൽകുന്നത് കുതിച്ചുയർന്ന വൈദ്യുതി ഉപയോഗം വിയർത്ത് KSEB ഹൈ വോൾട്ട് ആശങ്ക എന്ന തലക്കെട്ടിലുള്ള വാർത്തയാണ്. വ്യാഴാഴ്ച രാത്രി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 15 മിനിറ്റ് ഇടവിട്ട് വൈദ്യുതി വിച്ഛേദിച്ചു എന്നും മലയാള മനോരമ പറയുന്നുണ്ട്. നടപടി KSEB പ്രസരണ ശൃംഖല തകരാതിരിക്കാൻ വേണ്ടിയാണ്. അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് പീക്ക് സമയത്ത് ഉയർന്ന വൈദ്യുതി ഉപയോഗം വീണ്ടും റെക്കോർഡ് ഭേദിച്ചു. വ്യാഴാഴ്ച രാത്രി 10:15 ശേഷം 5836 മെഗാവാട്ടിലേക്ക് വൈദ്യുതി ആവശ്യകത എത്തി എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. 10:26 ഇത് 5844 എന്നതിലേക്ക് എത്തി. ഇതിൽ സംസ്ഥാനത്തെ ലോഡ് ഡെസ്പാച്ച് സെൻറ്ററിൽ രേഖപ്പെടുത്തിയ കണക്ക് 5836 മെഗാവാട്ടാണ് എന്നും ആകെ 10.90 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് വ്യാഴാഴ്ച മാത്രം ഉപയോഗിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മനോരമയുടെ തന്നെ പ്രധാന വാർത്തകളിൽ മറ്റൊന്ന് ഗൾഫ് മേഖലയിൽ നിന്നുള്ള വാർത്തയാണ്. UAE വിറപ്പിച്ച് പേമാരിയും കാറ്റും എന്നുള്ള മഴക്കെടുതിയുടെ വിവരങ്ങൾ നൽകുന്നു വലിയ പ്രാധാന്യത്തിൽ. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ഇന്നലെ പുലർച്ചെ വരെ 2 മണിക്കൂറോളം കാറ്റും മഴയും മിന്നലും UAEയിലെ ജനങ്ങളെ വിറപ്പിച്ചു എന്നാണ്. റോഡുകളിൽ വൻ വെള്ളക്കെട്ടായി, മരങ്ങൾ കടപുഴകി, ചില ഹോട്ടലുകളുടെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നു, പരസ്യ ബോർഡുകൾ തകർന്നു വീണു, നൂറുകണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി തകരാറിലായി എന്നാണ് പറയുന്നത്. റോഡുകളിലും ഉയർന്നു നിൽക്കുന്ന വെള്ളം നീക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാതൃഭൂമിയുടെ മുൻ പേജിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് കായിക മേഖലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഇന്ന് IPLന് തുടക്കമാവുകയാണ്. അതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടായി മുൻപേജിൽ മാതൃഭൂമി എടുത്തു കാട്ടുന്നത്. നമ്മുടെ ചിഹ്നം എന്ന തലക്കെട്ടിൽ തെരഞ്ഞെടുപ്പ് കാലം കൂടി കണക്കിലെടുത്ത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തലക്കെട്ട് നൽകിയിരിക്കുകയാണ്. IPL നിന്ന് തുടക്കം എന്നാണ് തലക്കെട്ട്. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ 15-കാരനായ വൈഭവ് സൂര്യവംശി മുതൽ 44-കാരനായ MS ധോനി വരെ, മലയാളിയായ വിഷ്ണു വിനോദ് മുതൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് വരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ബദ്ധവൈരികളായ കളിക്കാർ പോലും തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ 19ാം എഡിഷന് ശനിയാഴ്ച തുടക്കം എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ വാചകങ്ങൾ എന്നുള്ളത്. മാധ്യമത്തിൻ്റെ മുൻപേജ് എത്തുമ്പോൾ യുദ്ധമാണ് പ്രധാനപ്പെട്ട വാർത്ത. പശ്ചിമേഷ്യൻ സംഘർഷം, അതിന് തലക്കെട്ട് നൽകുന്നത് കര കയറാനോ കരയുദ്ധം എന്നാണ്. ദുരൂഹ നീക്കവുമായി ട്രംപ് എന്ന ഉപതലക്കെട്ടും നൽകി. വ്യത്യസ്തമായ ഒരു ആംഗിളിൽ മാധ്യമം സമീപിക്കുന്ന ഈ വാർത്തയെ കരയുദ്ധമാണോ യുദ്ധവിരാമമാണോ US-ൻ്റെ മനസ്സിൽ നിന്ന് വ്യക്തമാകാത്ത വിധം നിഗൂഢ നീക്കങ്ങളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് മാധ്യമം പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം 28 ദിവസം പിന്നിടവേ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ 10 ദിവസത്തേക്ക് കൂടി ആക്രമിക്കില്ലെന്ന് വെള്ളിയാഴ്ച അറിയിച്ച ട്രംപ് മറുവശത്ത് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദുരൂഹ നീക്കം ട്രംപ് നടത്തുന്നു എന്ന് മാധ്യമം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാധ്യമത്തിൻ്റെ മുൻ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് വീടുകളിൽ തന്നെ 4 തരം തിരിക്കണം എന്ന തലക്കെട്ടിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. മറ്റ് പത്രങ്ങളിലും അത് പ്രധാനപ്പെട്ട വാർത്തയാകുന്നുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് കർശന വ്യവസ്ഥകളോടെ ഏപ്രിൽ 1 മുതൽ ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. 4 മാലിന്യങ്ങൾ ഇനി തരം തിരിക്കണം, അതും വീടുകളിൽ തന്നെ. ഇതുവരെ ജൈവ അജൈവ എന്ന
രീതിയിൽ മാലിന്യങ്ങൾ തരംതിരിച്ചിരുന്നുവെങ്കിൽ ഇനി ഉറവിടത്തിൽ തന്നെ ഖരമാലിന്യങ്ങൾ, ഈർപ്പമുള്ള മാലിന്യം, വരണ്ട മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധാവശ്യമുള്ള മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കണം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. മംഗളത്തിൻ്റെ മുൻ പേജിലേക്ക് എത്തുമ്പോൾ മംഗളം നൽകുന്ന ഒരു വാർത്ത, അഭ്യൂഹങ്ങൾ തെറ്റ്, ലോക്ക്ഡൗൺ ഇല്ല എന്ന തലക്കെട്ടിലുള്ള വാർത്തയാണ്. രാജ്യവ്യാപകമായി ലോക്ക്ഡൗൺ ഏർപ്പെടുത്തും എന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. നിലവിൽ അത്തരമൊരു നിർദ്ദേശമോ സാഹചര്യമോ സർക്കാരിൻ്റെ പരിഗണനയിൽ ഇല്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ലോക്ക്ഡൗൺ വരാൻ പോകുന്നുവെന്ന നിലയ്ക്കുള്ള വലിയ വ്യാജ പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെ പാടെ തള്ളി വ്യക്തത വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. ഉൾപേജുകൾ പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നതായി കാണാം. അതിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന, വോട്ടിനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം നടത്തില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എടുത്തു കാട്ടുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുന്ന ഡീൽ ആരോപണത്തോട് രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഞാൻ സാധാരണ പറയാത്തൊരു വാചകം ഒരു വട്ടം കൂടി പറയുന്നു, ചില്ലറ വോട്ടിനും ഏതാനും സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം നടത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. RSS ബന്ധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇതിൽ. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പ്രസ്താവനയും ഇതേ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി ഇന്ന് നൽകുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ നുണകളുടെ കൊട്ടാരം പണിയുന്നവർ എന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുന്നത്. 10 വർഷം കൊണ്ട് എന്ത് വൻകിട പദ്ധതികളാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയത് എന്നും വി ഡി സതീശൻ ചോദിക്കുന്നു. കേരള കൗമുദി ഉൾപേജിലേക്ക് എത്തുമ്പോൾ വി മുരളീധരൻ, BJPയുടെ മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ്റെ അഭിമുഖം കാണാൻ കഴിയുന്നുണ്ട്. ഡീലിന് പിന്നിലെ ഡീൽ ജനം തിരിച്ചറിയും എന്നാണ് വി മുരളീധരൻ ഈ അഭിമുഖത്തിൽ പറയുന്നത്. CPM-ഉം BJP-യുമായി ഡീലുണ്ടാക്കിയെന്ന കോൺഗ്രസ് ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കേരളത്തിൽ ഡീലുണ്ടെങ്കിൽ അത് CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞത് താൻ ജയിച്ചില്ലെങ്കിലും BJP തോൽക്കണമെന്നാണ് വി മുരളീധരൻ പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ചന്ദ്രികയിലേക്ക് എത്തുമ്പോൾ ചന്ദ്രിക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് സർവത്ര ഭയം എന്ന തലക്കെട്ടിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിമുഖത്തെ പോലും പേടി എന്ന ഉപതലക്കെട്ടും നൽകി. വി ഡി സതീശൻ്റെ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടാണ്. അബദ്ധം പറ്റിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്നലെ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ചന്ദ്രികയുടെ റിപ്പോർട്ട്. ദേശാഭിമാനിയിലേക്ക് എത്തുമ്പോൾ സീറ്റ് കോടതിയിൽ കേസ് എന്ന തലക്കെട്ടിൽ ഒരു റിപ്പോർട്ടാണ് പ്രധാനപ്പെട്ട വാർത്തയായി കാണാൻ കഴിയുന്നത്. KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആരോപണമെന്നാണ്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് കോടികൾ തട്ടിയെന്ന ആരോപണത്തിൽ കേസെടുത്ത ഡൽഹി പോലീസ് എന്നാണ് വാർത്ത. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് കേസ്. ഹരിയാന മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് പരാതി നൽകിയത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി പത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ഓക്കെ ഷിജോ, ശരി. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്രം